വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ. എൻ്റെ ഒരു ദിവസം തുടങ്ങുകയാണ്. രാവിലെ ഇറങ്ങിയിരിക്കുവാണ്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ശൃംഗേരിയിൽ നിന്നും നമ്മൾ മുന്നോട്ട്. ഇപ്പോൾ ശൃംഗേരിയുടെ ടൗണിൽ നിന്നല്ല, കുറച്ച് ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ നിന്നാണ്. കണ്ടില്ലേ, ചുറ്റോട് ചുറ്റും പാടങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് വിളവെടുപ്പും കഴിഞ്ഞ് വൈക്കോലിങ്ങനെ അവിടെ കൂട്ടി ഇട്ടിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ കാഴ്ച. പക്ഷേ ഇവിടെ ഒരു മഴക്കാലം കഴിഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ല ഗ്രീനറി ആയിരിക്കും. കംപ്ലീറ്റ് ഇവിടെ എല്ലാം കൃഷിസ്ഥലങ്ങളല്ലേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് 2-3 കാര്യങ്ങളുണ്ട്. മുന്നോട്ടുള്ള യാത്രയാണ്. കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമുണ്ട്, അതായത് ഋഷിശൃംഗൻ്റെ ക്ഷേത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വാട്ടർഫാൾസ്, സിരുമണി വാട്ടർഫാൾസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെയും നമ്മൾ യാത്ര മുന്നോട്ട് തന്നെ പോകും. അപ്പോൾ ശൃംഗേരിയിൽ നിന്നും യാത്ര തുടങ്ങുന്നു. പിന്നെ പോകാൻ പറ്റുന്നിടത്തോളം ദൂരം നമ്മളിന്ന് സഞ്ചരിക്കുന്നു. പോകുന്ന വഴിയിലെ കാഴ്ചകൾ കാണും. യാത്ര തുടങ്ങാം. ശൃംഗേരിയിൽ നിന്നും നമ്മൾ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ച് ഇപ്പോൾ ഹിഗ്ഗ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഹിഗ്ഗ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഋഷിശൃംഗൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ഋഷിശൃംഗനെ കുറിച്ച് നമുക്കറിയാമല്ലോ അല്ലേ. മഴ, ലോമപാത മഹാരാജാവിൻ്റെ സാമ്രാജ്യത്തിൽ മഴയില്ലാതിരുന്നപ്പോൾ ഋഷിശൃംഗനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഹോമമൊക്കെ നടത്തിയാണ് ആ സേജിനെ കൊണ്ടുവന്നാണ് ഇവിടെ മഴ പെയ്ച്ചതെന്നാണ് ഒരു ഐതിഹ്യം. അപ്പോൾ ഋഷിശൃംഗൻ്റെ ക്ഷേത്രം, അതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ പിന്നിൽ കാണുന്നത്. അങ്ങനെ അപൂർവതയുള്ളൊരു ക്ഷേത്രമാണിത്. ഋഷിശൃംഗനെ കുറിച്ച് നമ്മൾ കേട്ടറിവേ ഉള്ളൂ. അപ്പം ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഋഷിശൃംഗൻ്റെ ക്ഷേത്രവും കാണാം. ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ മഴ കിട്ടാനും, പിന്നെ ഇപ്പോഴും മഴ പെയ്യാനായിട്ട്, പിന്നെ അതുപോലെ വിവാഹം നടക്കാനായിട്ട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകാൻ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. നമുക്കുള്ളിലേക്ക് പോകാം. ക്ഷേത്രമാണിത്, ഋഷിശൃംഗൻ്റെ ക്ഷേത്രം. വലിയൊരു കൊടിമരമുണ്ട്. കയറുമ്പോൾ തന്നെ കാണുന്നു. ഹിഗ്ഗ എന്ന് പറഞ്ഞാൽ ശൃംഗേരിയിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി. പൗരാണികമായ ക്ഷേത്രമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കല്ലുകൊണ്ട് പണിത ഒരു ക്ഷേത്രം, കരിങ്കല്ല്.
പ്രാർത്ഥിച്ചു. അകത്തെല്ലാം ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ ശിവൻ്റെ ഒരു രൂപവും നന്ദി വിഗ്രഹമൊക്കെ കണ്ടു. ഒരു സംശയം, ഇത് നമ്മൾ ഋഷിശൃംഗൻ്റെ ക്ഷേത്രമാണ്, അപ്പോൾ എങ്ങനെയാണ് ശിവനുമായിട്ടുള്ള ബന്ധം? അപ്പോൾ ഋഷിശൃംഗൻ എന്ന് പറയുന്ന ആ മുനി പണ്ട് അംഗരാജ്യത്ത് പോയിട്ടാണ് മഴ വരുത്തിയത്, അറിയാലോ. അപ്പോൾ റെയിൻ ഗോഡായിട്ടാണ് സങ്കല്പം അംഗരാജ്യത്ത്. അപ്പോൾ അംഗരാജ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബീഹാറാണ്. അപ്പോൾ മഴയൊക്കെ വളരെ കുറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി മഴ കൊണ്ടുവന്ന ഒരു സെയിജാണ് സെയിം. അപ്പോൾ അദ്ദേഹം ഇവിടെ തിരിച്ച് ശൃംഗേരിയിൽ നിന്നാണ് പോയത്. അപ്പോൾ തിരിച്ചിവിടെ വന്നിട്ട് ഒരു മഹർഷിയായി ഇവിടെ ഇരുന്നിങ്ങനെ അവിടുന്ന് പിന്നെ അംഗരാജ്യത്തെ രാജകുമാരിയൊക്കെ കല്യാണം കഴിച്ചെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം പ്രാർത്ഥിച്ച് ശിവനിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ സങ്കല്പം. അപ്പോൾ ഇതിപ്പോൾ ഋഷിശൃംഗ ഒരു ദൈവമായി മാറിയ ഒരു സ്ഥലമാണ്. അതായത് ദൈവമായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശിവനിൽ ലയിച്ച ഋഷിശൃംഗനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റെയിൻ ഗോഡ് തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ നന്ദിയുടെ ചെവിയിലാണ് ഇങ്ങനെ പ്രാർത്ഥന പറയേണ്ടത്. നന്ദി ഭഗവാനെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇത് ഋഷിശൃംഗന് ശിവൻ്റെ അംശമുള്ള സ്ഥലം, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ സിരുമനെ ഫാൾസ്, വാട്ടർഫാൾസാണ്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 5 കിലോമീറ്ററും കൂടി പോയാൽ അവിടെ എത്താം.